ഇന്ന് നമുക്കൊരു കിഡിലും ബജറ്റ് സ്മാർട്ട് ഫോൺ പരിചയപ്പെടാം Redmi 14C. എനിവേ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബ്രീഫ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ നിലവിൽ കുറച്ച് ദിവസത്തേക്ക് ഒരു കിഡിലും പ്രൊമോഷൻ ഖത്തറിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസിംഗ് പറയുന്ന സമയത്ത് ഞാൻ ആ ഒരു പ്രൊമോഷനെ കുറിച്ച് പറയുന്നതാണ്. എനിവേ 6.88 ഇഞ്ചിന്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സ് ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ 13 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും 50 മെഗാ പിക്സലിന്റെ റിയർ ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 5160 mAh ആണ് ബാറ്ററി വരുന്നത്. 18 വാട്ടിന്റെ ചാർജറാണ് ഇതിന് സപ്പോർട്ട് ആവുന്നത്. MediaTek Helio G81 Ultra എന്ന് പറയുന്ന 4G പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ആൻഡ്രോയിഡ് 14ലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. എനിവേ ഇതിന്റെ പ്രൈസ് ഇവിടെ ഒഫീഷ്യലി ഖത്തറിൽ വരുന്നത് 4+128 318 ഖത്തറിയാലും, അതുപോലെ തന്നെ 8+256 GB ആണെങ്കിൽ 418 ഖത്തറിയാലാണ് ഒഫീഷ്യലി പ്രൈസ് വരുന്നത്. ഈ ഒരു ഒക്ടോബർ 10-നുള്ളിലാണ് നിങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നതെങ്കിൽ ഏകദേശം 50 റിയാൽ വില വരുന്ന നമുക്കൊരു റെഡ്മിയുടെ ഒരു ബഡ്സ് കൂടി ഇതിനോടൊപ്പം ലഭിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ സ്മാർട്ട് ഫോൺ വാങ്ങുന്ന സമയത്ത് എസ്പെഷ്യലി ഖത്തറിൽ നിന്നാണെങ്കിൽ ഈ ഒരു 2 വർഷത്തെ ഇന്റർടെക്കിന്റെ വാറന്റിയുള്ള ആ ഒരു എംബ്ലം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അത്തരത്തിലുള്ള സ്മാർട്ട് ഫോണിനൊപ്പം മാത്രമാണ് ഈ ഒരു പ്രൊമോഷനും കാര്യങ്ങളും ഉള്ളത്. മാത്രമല്ല ഇന്റർടെക് ആണ് ഇതിന്റെ ഒഫീഷ്യൽ ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള കാര്യം കൂടി ഈ ഒരു വീഡിയോയിൽ പറയണം. അപ്പോൾ ഇന്റർടെക്കിന്റെ വാറന്റിയുള്ള പ്രൊഡക്റ്റ് തന്നെ മാക്സിമം റെഡ്മി സ്മാർട്ട് ഫോൺ വാങ്ങുന്ന സമയത്ത് വാങ്ങാൻ ശ്രദ്ധിക്കുക. എനിവേ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവും പോസിറ്റീവും അടങ്ങിയിട്ടുള്ള റിവ്യൂ തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ സ്യൂട്ടബിൾ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസും ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് ചാനലിലെ ലിങ്ക് ബയോയിലുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവിടെ പോയി കാണാവുന്നതാണ്. ഇപ്പോൾ ചാനൽ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് കരുതിയാൽ പേജ് ഫോളോ ചെയ്യുന്നതും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി.